ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെ മുതലേ എങ്ങനെയാണ് കേട്ടോ, മഴ പെയ്തിട്ടില്ല, എന്നാലും മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ, മഴക്കാറ് മൂടിയിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ രാത്രി ഇമ്മത് നുറുക്കി തന്നിട്ടുള്ളതാണ് കേട്ടോ. അത് കപ്പയാണ്, അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതൊന്ന് കടുകൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അതും കൂട്ടിയിട്ട് ഇന്ന് ചായ കുടിക്കാമല്ലോ. നമ്മുടെ ലിയക്കുട്ടിക്ക് പനിയും ചുമയും കഫക്കെട്ടൊക്കെയാണ് കേട്ടോ. ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു പണി എടുക്കാൻ അയക്കൂല കേട്ടോ. എപ്പോഴും ഇങ്ങനെ എടുത്തുണ്ടാവും കേട്ടോ. അവൾ എടുത്തുകൊണ്ട് വേണം പണിയെടുക്കാൻ. ഇമ്മ തൊഴിലുറപ്പിന് പോകണേയും കൊണ്ട് പിടിക്കാനും ആളില്ല കേട്ടോ. മക്കൾസിൻ്റെ അടുത്തേക്കാണെങ്കിൽ അവൾ പോകില്ല, പനി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പോകും. അതുകൊണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ ഒന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയിൽ ലേശം ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. ലിച്ചൂസും ലൂലും ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അവരുടെ ഫ്രണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കളിക്കാൻ പോയി. കുറച്ച് നേരം കളിച്ചിട്ട് വരാൻ വെച്ചെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കൊലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ലേക്കുട്ടി അവരുടെ റഫ് ബുക്കൊക്കെ എടുത്തിട്ട് എഴുതി നോക്കുന്നുണ്ട് കേട്ടോ. വെറുതെ കുത്തി വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇരുന്നു കേട്ടോ. എടുത്തിരിക്കുകയാണെങ്കിൽ ആളങ്ങനെ കളിച്ചോളും. ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ അതിനെ സമ്മതിക്കൂല കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പം എൻ്റെ ട്യൂഷൻ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് 2 പേർക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ 3ലും ഒരാൾ 4ലുമാണ് കേട്ടോ. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഞാൻ ട്യൂഷൻ എടുക്കും കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അധിക ടൈം എടുത്തു കൊടുക്കും. അതിനിടയിൽ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കടുക് പൊട്ടിക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. നല്ല കട്ടൻ ചായയും കപ്പ കടുക് പൊട്ടിച്ചതും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പുറത്താണെങ്കിലോ നല്ല മഴ തിമിർത്ത് പെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.